everyone, welcome to Race Education. നിങ്ങളുടെ സ്വന്തം ഗൗതമി മിസ് ആണ്. അപ്പോൾ എന്തായാലും നമ്മുടെ 9ാം ക്ലാസ്സിന്റെ എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കാൻ പോകുന്ന ചില ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. റിപ്പീറ്റഡ് ആയിട്ട് ഓണം എക്സാമിനും ക്രിസ്മസ് എക്സാമിനും ഫൈനൽ എക്സാമിനും ഒക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുള്ള് കാണുക, കാരണം ഈ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ക്വസ്റ്റ്യൻസ് ഓരോന്ന് പറയുന്നതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് അവിടെ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. യെസ്, okay, അപ്പോൾ നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. Normally when food is swallowed, it does not enter the nasal cavity or windpipe. However, if a person talks while swallowing food, may sometimes enter the windpipe. Okay, explain the scientific reasons behind both of these situations. എന്താണ്, സാധാരണയായി ആഹാരം വിഴുങ്ങുമ്പോൾ നാസാഗഹ്വരത്തിലേക്കോ ശ്വാസനാളത്തിലേക്കോ പ്രവേശിക്കാറില്ല. എന്നാൽ ഭക്ഷണം വിഴുങ്ങുമ്പോൾ സംസാരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഭക്ഷണം ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കാം. ഈ രണ്ട് സാഹചര്യങ്ങൾക്കും ശാസ്ത്രീയമായ കാരണങ്ങൾ വിശദീകരിക്കാനാണ് പറയുന്നത്. മക്കളെ, ഇത് ഒരുപാട് തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. യെസ്, എന്തുകൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മൾ ഈ പറയുന്ന പോലെ സംസാരിക്കരുത് എന്നൊക്കെ പറയാറുണ്ട് അല്ലേ? നമുക്കതിങ്ങനെ കുടുങ്ങും, നമ്മുടെ തൊണ്ടയിൽ കുടുങ്ങും എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ എന്തുകൊണ്ടാണ് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ അങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്നത്? സാധാരണഗതിയിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മുടെ നേസൽ കാവിറ്റി അഥവാ നാസാഗഹ്വരത്തിലേക്ക് നമ്മുടെ ഭക്ഷണം പോവാതിരിക്കാൻ വേണ്ടി സഹായിക്കുന്ന സ്ട്രക്ചറാണ് ഉവ്യൂള അല്ലെങ്കിൽ ചെറുനാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചെറുനാക്ക് ഇങ്ങനെ നിൽക്കുകയായിരിക്കും, ഫുഡ് ഇങ്ങനെ വന്ന് ഇങ്ങനെ തട്ടും, ഇവിടെ വന്ന് ഇങ്ങനെ തട്ടുമ്പോൾ ഫുഡ് നേരെ താഴേക്ക് പോകും. അതുകൊണ്ട് ഇത് നമ്മുടെ ഈ മുകൾ ഭാഗത്താണല്ലോ നേസൽ കാവിറ്റി വരിക. അപ്പോൾ ഫുഡ് ഇങ്ങനെ തട്ടി എന്ത് ചെയ്യും, ഈ ഉവ്യൂളയുടെ മുകളിൽ തട്ടിയിട്ട് ഇതിങ്ങനെ താഴേക്ക് പോകും. ഈ ഉവ്യൂള അങ്ങനെ മടങ്ങുന്നതിനനുസരിച്ച് ഇതിങ്ങനെ താഴേക്ക് പോകും. സോ ദാറ്റ് ഫുഡ് ഡസ് നോട്ട് എൻ്റർ ഇൻ ടു ദി നേസൽ കാവിറ്റി. അപ്പോൾ അതാണ് ഒരു കാര്യം. യെസ്, ഇനി ട്രക്കിയയുടെ കേസിലോ, സാധാരണഗതിയിൽ ഈ പറയുന്ന ട്രക്കിയയിലേക്ക് നമ്മുടെ ഫുഡ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ എന്തുണ്ടായിരിക്കും, അവിടെ എപ്പിഗ്ലോട്ടിസ് ഉണ്ടായിരിക്കും. എപ്പിഗ്ലോട്ടിസ്. അപ്പോൾ എപ്പിഗ്ലോട്ടിസ് ആണ് എന്ത് ചെയ്യുന്നത്? എപ്പിഗ്ലോട്ടിസ് ആണ് ഭക്ഷണത്തിന് ഈ പറയുന്ന ട്രക്കിയയുടെ അകത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അതായത് ട്രക്കിയ ഇങ്ങനെ പൊന്തുന്നതിനനുസരിച്ച് ഈ എപ്പിഗ്ലോട്ടിസ് ഇങ്ങനെ മടങ്ങുന്നതിനനുസരിച്ച് ഫുഡ് എന്ത് ചെയ്യും, ഫുഡ് നേരെ ഇതിലെ താഴേക്ക്, ഇതാണ് നമ്മുടെ ഫുഡ് പൈപ്പ്, ഈ ഫുഡ് പൈപ്പിലേക്ക് പോകും. സോ ദാറ്റ് അത് എങ്ങോട്ട് പോവില്ല, ട്രക്കിയയുടെ അകത്തേക്ക് പോവില്ല. അപ്പോൾ ഈ രണ്ട് പേരുടെ ഫംഗ്ഷനാണ് നിങ്ങൾ ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ എഴുതേണ്ടത്. അപ്പോൾ നിങ്ങളുടെ എക്സാമിന് ഇങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ ചിരിക്കരുത് അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കരുത് എന്നൊക്കെ പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിക്കും. അപ്പോൾ തന്നെ ആലോചിക്കുക, അവിടെ വരുന്ന ആൾക്കാർ നമ്മുടെ ഉവ്യൂളയും എപ്പിഗ്ലോട്ടിസും ആണ്, ചെറുനാക്കും എപ്പിഗ്ലോട്ടിസുമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒബ്സർവ് ദി ഇല്ലസ്ട്രേഷൻ ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻസ്. എന്താണ്, ഹൗ ഇസ് സി ഫോംഡ് ഫ്രം ബി എന്നാണ് ചോദ്യം. അപ്പോൾ എന്താണ് എ ബി സി നമുക്ക് നോക്കാം. എ എന്ന് പറയുന്നത് ബ്ലഡ് ആണ്, ബി എന്ന് പറയുന്നത് ടിഷ്യൂ ഫ്ലൂയിഡ് അഥവാ ടിഷ്യൂ ദ്രവമാണ്, സി എന്ന് പറയുന്നത് ലിംഫാണ്. ഓക്കെ, അപ്പോൾ ഇത് ചോദിച്ചിരിക്കുന്ന ബിയിൽ നിന്ന് സി എങ്ങനെയാണ് ഉണ്ടാവുന്നത്, ടിഷ്യൂ ഫ്ലൂയിഡിൽ നിന്ന് എങ്ങനെയാണ്, ടിഷ്യൂ ഫ്ലൂയിഡ് അഥവാ ടിഷ്യൂ ദ്രവത്തിൽ നിന്നും എങ്ങനെയാണ് ലിംഫ് ഉണ്ടാവുന്നത് എന്നാണ് ചോദ്യം. നമുക്കറിയാം ടിഷ്യൂ ഫ്ലൂയിഡിന്റെ കുറച്ച് ഭാഗം എന്തു ചെയ്യും, അതിലൂടെ പോകുന്ന ലിംഫ് കാപ്പിലറി, ലിംഫ് വാഹിയിലേക്ക് കയറും, ലിംഫ് കാപ്പിലറിയുടെ അകത്തേക്ക് കയറുന്നു അല്ലെ? ഇവിടെ ടിഷ്യൂ ഫ്ലൂയിഡ് ഉണ്ട്. അപ്പോൾ ഈ ടിഷ്യൂ ഫ്ലൂയിഡിന്റെ കുറച്ച് ഭാഗം, ടിഷ്യൂ ദ്രവത്തിന്റെ കുറച്ച് ഭാഗം ലിംഫ് വാഹി അഥവാ ലിംഫ് കാപ്പിലറിയുടെ അകത്തേക്ക് കയറുന്നു. അതാണ് ലിംഫ് എന്ന് വിളിക്കുന്നത്. ടിഷ്യൂ ഫ്ലൂയിഡ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്, നമ്മുടെ കാപ്പിലറീസിലൂടെ, രക്തലോമികകളിലൂടെ രക്തം പോകുന്ന സമയത്ത് അതിലുള്ള മൈന്യൂട്ട് പോർസ്, ചെറിയ സുഷിരങ്ങളിലൂടെ എന്ത് ചെയ്യും, ആ ബ്ലഡിന്റെ അകത്തുള്ള കുറേ കോമ്പണൻസ് എങ്ങോട്ട് വരും, നേരെ നമ്മുടെ ടിഷ്യൂവിന്റെ ഇടയിലുള്ള ഈ ടിഷ്യൂ ഫ്ലൂയിഡിലേക്ക് വരും, സെല്ലുകളുടെ ഇടയിലുള്ള ടിഷ്യൂ ഫ്ലൂയിഡിലേക്ക് വരുന്നു. ഈ പറയുന്ന കോശങ്ങൾക്കിടയിൽ ടിഷ്യൂ ദ്രവത്തിൽ എത്തിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് കുറച്ച് ഭാഗം, അതായത് നമുക്കറിയാം ടിഷ്യൂ ഫ്ലൂയിഡ് വഴിയാണ് എന്ത് സംഭവിക്കുക, സെല്ലുകളുമായിട്ടുള്ള എക്സ്ചേഞ്ച്, പദാർത്ഥങ്ങളുടെ എക്സ്ചേഞ്ച്, സബ്സ്റ്റൻസിന്റെ വിനിമയം അല്ലെങ്കിൽ എക്സ്ചേഞ്ച് നടക്കുന്നുണ്ടായിരിക്കുക. അതിന്റെ ഒരു ഭാഗം, ആ എക്സ്ചേഞ്ച് നടക്കുന്ന ആ സമയം അതിന്റെ ഒരു ഭാഗം എന്തു ചെയ്യും, നേരെ ഈ പറയുന്ന നമ്മുടെ ലിംഫ് വാഹി അഥവാ ലിംഫ് കാപ്പിലറിയിലേക്ക് കയറും. അതിനെയാണ് നമ്മൾ ലിംഫ് എന്ന് വിളിക്കുന്നത്. റെഡി? വാട്ട് ആർ ദി സ്ട്രക്ചറൽ ഡിഫറൻസസ് ബിറ്റ്വീൻ എ ആൻഡ് സി? എ എന്ന് പറയുന്ന ബ്ലഡും സി എന്ന് പറയുന്ന ലിംഫും, എന്താണ് ഇവർ തമ്മിലുള്ള സ്ട്രക്ചറൽ ഡിഫറൻസ്? ഇങ്ങനെ ചോദ്യം ചോദിച്ചാൽ നിങ്ങൾക്ക് എന്താ പെട്ടെന്ന് ഓർമ്മ വരേണ്ടത്? എന്താണ് വരേണ്ടത്? എടാ, ബ്ലഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതിൽ RBC ഉണ്ടാവും, WBC ഉണ്ടാവും, പ്രോട്ടീൻസ് ഉണ്ടാവും അല്ലെ? വലിയ പ്രോട്ടീൻസ് ഉണ്ടാവും. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓൾറെഡി. RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ടായിരിക്കും, പ്രോട്ടീൻസ് ഉണ്ടായിരിക്കും, മറ്റു വാട്ടർ ഉണ്ടായിരിക്കും, കുറേ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. നേരെ മറിച്ച് ലിംഫിൽ ആരുണ്ടാവില്ല. പക്ഷേ ലിംഫിൽ RBCയും അതുപോലെ തന്നെ ലാർജ് പ്രോട്ടീൻസും ഒന്നും തന്നെ ഉണ്ടാവില്ല, ആബ്സെന്റ് ആയിരിക്കും എന്നുള്ളത് എഴുതുക. കാരണം എന്താണ്, നമ്മൾ പറഞ്ഞു കാപ്പിലറീസിലൂടെ ബ്ലഡ് വരുന്ന സമയത്ത് അതിന്റെ സുഷിരങ്ങളിലൂടെയാണ് ഇതെല്ലാം ടിഷ്യൂ ഫ്ലൂയിഡിലേക്ക് എത്തുക. അപ്പോൾ ആ സുഷിരങ്ങളിലൂടെ ആരിറങ്ങില്ല, നമ്മുടെ RBCയും വലിയ പ്രോട്ടീൻസ്, നമ്മുടെ ഈ പറയുന്ന അരുണ രക്താണുക്കളും അതുപോലെ തന്നെ വലിയ പ്രോട്ടീനുകളും എന്ത് ചെയ്യില്ല, ഈ സുഷിരങ്ങളിലൂടെ ടിഷ്യൂ ഫ്ലൂയിഡിലേക്ക് എത്തില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് എങ്ങോട്ട് വരില്ല, ലിംഫിലേക്ക് വരില്ല. കാരണം എന്താ, ടിഷ്യൂ ഫ്ലൂയിഡിൽ നിന്നാണല്ലോ ലിംഫ് ഉണ്ടാവുന്നത്. ടിഷ്യൂ ഫ്ലൂയിഡിന് കയറുന്ന
ഒരു പാർട്ടാണല്ലോ ലിംഫായിട്ട് മാറുന്നത്. അപ്പോൾ അതിൽ എന്തുണ്ടായിരിക്കില്ല? RBCയും അതുപോലെ തന്നെ ഈ പറയുന്ന വലിയ വലിയ പ്രോട്ടീനുകളും ഉണ്ടായിരിക്കില്ല. റെഡിയാണല്ലോ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. The digestion process is the same in both Hydra and amoeba. This is the answer given by a student to the teacher's question. Evaluate the student's response and record your opinion. ഹൈഡ്രയിലും അമീബയിലും ദഹന പ്രക്രിയ ഒരുപോലെയാണ്. അധ്യാപികയുടെ ചോദ്യത്തിന് ഒരു കുട്ടി നൽകിയ മറുപടിയാണിത്. ഓക്കെ, കുട്ടിയുടെ മറുപടി വിലയിരുത്തി നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഹൈഡ്രയിലും അമീബയിലും ഒരുപോലെയാണോ ഡൈജഷൻ നടക്കുന്നത്? നമ്മൾ പഠിച്ചിട്ടുണ്ട്, അവർ തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അമീബ എടുത്താലും അതുപോലെ ഹൈഡ്ര എടുത്താലും അമീബ എടുത്താലും അമീബയും ഹൈഡ്രയും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. എന്താണ് അമീബയും ഹൈഡ്രയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ? ഒരാൾ സ്യൂഡോപോഡിയയുടെ സഹായത്തോടെ, അല്ലെ, സ്യൂഡോപോഡിയ അഥവാ കപടപാദം വഴിയാണ് എന്ത് ചെയ്യുന്നത്? ഫുഡിനെ ക്യാപ്ചർ ചെയ്യുന്നത്. മറ്റേയാൾ ടെൻഡക്കിൾസിന്റെ സഹായത്തോടെ, ടെൻഡക്കിളുകളുടെ സഹായത്തോടെയാണ്, അല്ലെ. ഇനി ഒന്നിൽ എന്താണ്? സെൽ സർഫസ് അഥവാ കോശത്തിന്റെ സർഫസ് വഴി, സെല്ലിന്റെ സർഫസ് വഴിയാണ് എന്ത് ചെയ്യുന്നത്? സെൽ സർഫസ് വഴിയാണ് ഫുഡിന്റെ ഈ പറയുന്ന ട്രാൻസ്പോർട്ട് നടക്കുന്നത്, അല്ലെങ്കിൽ ഫുഡ് അകത്തേക്ക് കയറുന്നത്. നേരെ മറിച്ച് ഹൈഡ്രയിൽ വായ അല്ലെങ്കിൽ മൗത്ത് വഴിയായിരിക്കും. ഇനി അമീബയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രാസെല്ലുലാർ ഡൈജഷൻ അഥവാ കോശാന്തരിക ദഹനമാണ് നടക്കുന്നത്. എന്നാൽ ഹൈഡ്രയിൽ കോശാന്തരിക ദഹനം ഉണ്ട്, അതുപോലെ തന്നെ ഏതുണ്ട്? കോശബാഹ്യ ദഹനം അഥവാ എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷനും കൂടി നമുക്ക് കാണാനായിട്ട് സാധിക്കും. റെഡിയാണല്ലോ? അപ്പോൾ ഒന്ന് സ്യൂഡോപോഡിയ ആണെങ്കിൽ ഒന്ന് ഈ പറയുന്ന ടെൻഡക്കിൾസിന്റെ സഹായത്തോടെ, ഒന്നിൽ മൗത്തിലൂടെയാണ് അകത്തേക്ക് വരുന്നത്, മറ്റേ സെൽ സർഫസിലൂടെയാണ്. ഒന്നിൽ ഇൻട്രാസെല്ലുലാർ ഡൈജഷൻ മാത്രമാണ്, മറ്റേതിൽ ഇൻട്രാസെല്ലുലാറും എക്സ്ട്രാ സെല്ലുലാറും, കോശാന്തരിക ദഹനവും കോശബാഹ്യ ദഹനവും. ഇനി ഫുഡിനെ എക്സ്പെൽ ചെയ്യുന്നത് സെൽ സർഫസിലൂടെയാണ്. അമീബ എക്സ്പെൽ ചെയ്യുക, മറ്റേ ആൾ മൗത്ത് വഴി തന്നെ ആയിരിക്കും. റെഡി? അപ്പൊ എന്താണ് ഈ കുട്ടി പറഞ്ഞ കാര്യം ശരിയാണോ? അല്ല. ഡൈജഷൻ പ്രോസസ്സ് സെയിം അല്ല, ഡിഫറെന്റ് ആണോ? രണ്ടുപേർക്കും വ്യത്യസ്തമായ രീതിയിലുള്ള ഡൈജഷൻ പ്രോസസ്സുകളാണ് കാണാനായിട്ട് സാധിക്കുക. അതെന്താണ് വ്യത്യാസം എന്നുള്ളതും കൂടി ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത ചോദ്യം, ടാബുലേറ്റ് ദോസ് ഗിവൺ ഇൻ ദ ബോക്സ് അപ്രോപ്രിയേറ്റ്ലി. ബോക്സിൽ നൽകിയിരിക്കുന്നവയെ ഉചിതമായി പട്ടികപ്പെടുത്തുക. ഇവിടെ ഞാൻ ബോക്സ് ഇട്ടിട്ടില്ല എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ, സ്ട്രോമ ഗ്രാന എന്നൊക്കെ കണ്ടാൽ തന്നെ ഉറപ്പിച്ചോ ഇത് എന്താണ് നിങ്ങളുടെ ടേബിൾ എന്ന് പറയുന്നത്. ഈ ടേബിൾ എന്തിനെ പറ്റിയായിരിക്കും? ലൈറ്റ് ഫേസും ഡാർക്ക് ഫേസും, അല്ലെ. ലൈറ്റ് ഫേസും ഉണ്ടായിരിക്കും, പ്രകാശഘട്ടം ഉണ്ടായിരിക്കും, അതേപോലെ ഇരുണ്ട ഘട്ടവും ഉണ്ടായിരിക്കും. അപ്പൊ ജസ്റ്റ് നിങ്ങൾ ഈ പോയിന്റ്സ് എടുത്തിട്ട് ഒരു ടേബിൾ ആക്കിയിട്ട് നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ എഴുതുകയാണ് വേണ്ടത്. അപ്പൊ ഞാനിവിടെ സൈഡിൽ എഴുതാം ഇത് ഏതൊക്കെയാണ്. ടേക്സ് പ്ലേസ് ഇൻ സ്ട്രോമയിലാണെങ്കിൽ ഇത് ഡാർക്ക് ഫേസ് ആയിരിക്കും. ഓക്സിജൻ ഇസ് ഗിവൺ ഔട്ട്, പുറത്തേക്ക് പോയി, ലൈറ്റ് ഫേസ്, പ്രകാശഘട്ടം. ഗ്ലൂക്കോസ് സിന്തസൈസ്, ഗ്ലൂക്കോസ് ഉണ്ടാക്കിയെങ്കിൽ അത് ഡാർക്ക് ഫേസിലാണ്. ടേക്സ് പ്ലേസ് ഇൻ ഗ്രാനയിൽ വെച്ച് നടക്കുന്നത് ലൈറ്റ് ഫേസ് അഥവാ പ്രകാശഘട്ടമാണ്. ATP is produced, ATP ഉണ്ടാക്കുന്നു. ഇത് ശ്രദ്ധിക്കുക, ATP is producedും കാണാം, ATP is used, ATP ഉപയോഗിക്കുന്നു എന്നുള്ളതും കാണാം. ATP പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലൈറ്റ് ഫേസിലാണ്, എന്നാൽ അത് ഉപയോഗിക്കുന്നത് ഡാർക്ക് ഫേസ് അഥവാ ഇരുണ്ട ഘട്ടത്തിലാണ്. ലൈറ്റ് ഇസ് നോട്ട് യൂസ്ഡ്, ലൈറ്റ് വേണ്ടല്ലോ. അപ്പൊ ഇതാണ് ഇരുണ്ട ഘട്ടമാണ്. ATP ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ പ്രകാശഘട്ടം, ഗ്രാനയിൽ വെച്ച് നടക്കുന്നു പ്രകാശഘട്ടം, ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നു ഇരുണ്ട ഘട്ടം, ഓക്സിജൻ പുറന്തള്ളുന്നു പ്രകാശഘട്ടം, സ്ട്രോമയിൽ വെച്ച് നടക്കുന്നു ഇരുണ്ട ഘട്ടം. ഓക്കെ, യെസ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അനലൈസ് ദ ഇല്ലസ്ട്രേഷൻ ഗിവൻ ബിലോ റിലേറ്റഡ് ടു ദി ഫോർമേഷൻ ഓഫ് വേരിയസ് ന്യൂട്രിയൻസ് ആസ് എ റിസൾട്ട് ഓഫ് ഫോട്ടോസിന്തസിസ് ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻസ്. ഓക്കെ, യെസ്. ഫോട്ടോസിന്തസിസ് നടന്നിട്ട് എന്തോ ഒന്നുണ്ടാവും, അതിനെ എന്തോ ഒന്നാക്കി മാറ്റി അതിനെ വീണ്ടും സൂക്രോസ് ആക്കി മാറ്റുന്നുണ്ട്. എന്താണ് എയും ബിയും എന്നാണ് ചോദ്യം. വേഗം പറഞ്ഞോളൂ. ഫോട്ടോസിന്തസിസ് നടന്ന് ഗ്ലൂക്കോസ് ഉണ്ടാവുന്നു. ആ ഗ്ലൂക്കോസിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? സ്റ്റാർച്ച് ആയിട്ട് കൺവേർട്ട് ചെയ്യും. കഴിഞ്ഞോ ചോദ്യം? വാട്ട് ഇസ് ദ നീഡ് ഫോർ ദി കൺവേർഷൻ ഓഫ് എ ഇൻ ടു ബി? ചോദ്യം ഇവിടെയാണ്, ക്വസ്റ്റ്യൻ മാർക്ക് ഇവിടെയാണ്. യെസ്. എന്താണ് എയിൽ നിന്ന് ബി ഉണ്ടാവേണ്ടതിന്റെ ആവശ്യകത എന്താണ്? എന്തുകൊണ്ടാണ് ഗ്ലൂക്കോസിനെ സ്റ്റാർച്ച് ആക്കി മാറ്റുന്നത്? എന്തുകൊണ്ടാണ് ഗ്ലൂക്കോസിനെ സ്റ്റാർച്ച് അഥവാ അന്നജമാക്കി കൺവേർട്ട് ചെയ്യുന്നത്? കാരണം ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് പെട്ടെന്ന് ലയിച്ചു ചേരും, ജലത്തിൽ ലയിച്ചു ചേരും. എന്നാൽ സ്റ്റാർച്ച് അഥവാ അന്നജം എന്ന് പറയുന്നത് എന്താണ്? അലേയമാണ്. അന്നജം അലേയമാണ്, ഇൻസോൾബിൾ ആണ്, ഇൻസോൾബിൾ ഇൻ വാട്ടർ. അതുകൊണ്ടാണ് അതിനെ എന്ത് ചെയ്യുന്നത്? അതിനെ സ്റ്റാർച്ച് ആക്കി കൺവേർട്ട് ചെയ്യുന്നത്. എന്നാൽ ഇതിനെ വീണ്ടും ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താക്കി മാറ്റും? സൂക്രോസ് തന്നെ ആക്കി മാറ്റുന്നു. റെഡി? യെസ്. അപ്പൊ അത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇതിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. അപ്പൊ എന്തായാലും ഈ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ പല
പല തവണയായിട്ട് എക്സാമുകൾക്ക് ചോദിച്ച ചോദ്യമാണ്. നിങ്ങളുടെ സ്കൂൾ ടെസ്റ്റുകളിൽ ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ പറയുന്ന ഓണം എക്സാമിനും ക്രിസ്മസ് എക്സാമിനും ഫൈനൽ എക്സാമിനും വരെ ലൈറ്റ് ഫേസും ഡാർക്ക് ഫേസും അതുപോലെ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എപ്പിഗ്ലോട്ടിസിന്റെ റിവ്യൂയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഭാഗങ്ങൾ പഠിച്ചിട്ടേ എക്സാമിന് പോകാവൂ. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും മക്കൾ എന്ത് ചെയ്യുക, മക്കൾ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും കാണട്ടെ, എല്ലാവരും നല്ല മാർക്ക് വാങ്ങട്ടെ. ആൻഡ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി ഒരുപാട് വീഡിയോസും ഷോർട്സും ഒക്കെ ഇനി വരും ദിവസങ്ങളിൽ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് തരാം. ആ ക്വസ്റ്റിന്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ വീഡിയോന്റെ താഴെ കമന്റ് ചെയ്യണം. ഓക്കെ, നമ്മുടെ ബ്ലഡ്, നമ്മുടെ ബോഡിയിൽ, നമ്മുടെ ഹാർട്ടിലൂടെ ബ്ലഡ് 2 തവണയാണ് പോകുന്നത്. യെസ്, 2 തവണ പോകുന്നു എന്ന് പറയുമ്പോൾ ഒരു തവണ ഹാർട്ടിലേക്ക് വന്ന ശേഷം അത് ഹാർട്ടിൽ നിന്ന് ലങ്സിലേക്ക് പോകും, ലങ്സിൽ പോയി തിരിച്ചു വരും. അതാണ് പൾമനറി സർക്കുലേഷൻ അഥവാ പൾമനറി പരിയാരം. അതിനുശേഷം ഹാർട്ടിൽ നിന്ന് ബോഡിയുടെ പല ഭാഗങ്ങളിലേക്ക് പോകുന്നു, ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്നു. അതാണ് സിസ്റ്റമിക് സർക്കുലേഷൻ. ഇതറിയാലോ. ഇങ്ങനെ 2 തവണ ബ്ലഡ് ഹാർട്ടിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. ഒരേ രക്തം 2 തവണ പാസ് ചെയ്യുന്നുണ്ട്. സിസ്റ്റമിക് സർക്കുലേഷനിലും പൾമനറി സർക്കുലേഷനും വഴി 2 തവണ പരിഹാരം നടക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഹ്യൂമൻ ബ്ലഡ് സർക്കുലേഷന് ഒരു പ്രത്യേക പേര് പറയും. ആ സർക്കുലേഷൻ മറ്റൊരു പേര് പറയും. അതെന്താണ് ആ പേര്? ആ ഒരു പേര് എന്താണെന്നുള്ളത് നിങ്ങൾ ഈ ഒരു വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.